ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ശുക്രദശയുടെ ഫലങ്ങളെപ്പറ്റിയാണ്. 6 മുതൽ 60 വയസ്സ് വരെ ശുക്രദശ അനുഭവത്തിൽ വരുന്നത് ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് എന്നതിനെപ്പറ്റിയാണ് ഇന്നിവിടെ നോക്കുന്നത്. 6 മുതൽ 60 വയസ്സ് വരെ ജീവിതത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശുക്രദശ അനുഭവത്തിൽ വരുന്നത്, അതുപോലെ ശുക്രദശ അനുഭവത്തിൽ വന്നാൽ ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യം, വിജയം, മുന്നേറ്റം, ലൗകികമായിട്ടുള്ള എല്ലാ സുഖഭോഗങ്ങളുടെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. ശുക്രൻ്റെ അതിദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ശുക്രൻ ബലത്തോടെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നിന്ന് ശുക്രദശ ആ വ്യക്തിക്ക് നടക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭ്യമാവുകയും ചെയ്യും. ശുക്രദശയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് നോക്കിയാൽ, ശുക്രദശയുടെ ദൈർഘ്യം, കാലയളവ് എന്ന് പറയുന്നത് 20 വർഷമാണ്. ശുക്രൻ വളരെ ബലത്തോടെ ജാതകത്തിൽ നിന്ന് ദശ നടത്തുകയാണെങ്കിൽ ആ 20 വർഷം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറിമറിയുകയും ചെയ്യും. ശുക്രൻ ഇന്ദ്രലോക ജീവിതം നൽകുന്ന ഒരു ഗ്രഹമാണ്. പണം, ഭാഗ്യം, സന്തോഷം, വിവാഹം, കുടുംബജീവിതം, ഐശ്വര്യം, ഇങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഉയർന്ന ജീവിതവും എല്ലാം ശുക്രൻ ജാതകത്തിൽ ബലവാനായിട്ട് നിന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് 6 മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശുക്രദശ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാർ എന്ന് നോക്കിയാൽ, അശ്വതി, മകം, മൂലം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേതുവിൻ്റെ ദശയിലാണ് ജനിക്കുന്നത്. കേതു ദശ എന്ന് പറയുന്നത് 7 വർഷക്കാലമാണ്. അപ്പോൾ ഒരു 7 വയസ്സ് വരെ കേതുർദശ കഴിഞ്ഞാൽ പിന്നീട് 7 മുതൽ 27 വയസ്സ് വരെ 20 വർഷക്കാലം ജീവിതത്തിൽ ശുക്രദശയുടെ കാലഘട്ടമാണ്. ജാതകത്തിൽ ശുക്രൻ ബലവാനാണെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സുഖവും സമാധാനവും, മാതാപിതാക്കൾക്ക് നല്ല ധനവരവും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നല്ല സുഖ സൗകര്യങ്ങളോടു കൂടിയുള്ള ഒരു ജീവിതവുമാകും അനുഭവത്തിൽ വരിക. അശ്വതി നക്ഷത്രം മേടം രാശിയിലും, മകം നക്ഷത്രം ചിങ്ങം രാശിയിലും, മൂലം നക്ഷത്രം ധനുരാശിയിലുമാണ് ഉള്ളത്. ഈ 3 രാശിയിൽപ്പെട്ട 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ശുക്രദശ അനുഭവത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഇപ്പോൾ ഭരണി നക്ഷത്രം, അതായത് മേടം രാശിയിൽപ്പെട്ട ഭരണി നക്ഷത്രം, ചിങ്ങം രാശിയിൽപ്പെട്ട പൂരം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ധനുരാശിയിൽപ്പെട്ട ഈ 3 നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചവരെങ്കിൽ, അതായത് ഭരണി, പൂരം, പൂരാടം, ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അപ്പോൾ ശുക്രദശയിലാണ് നിങ്ങളുടെ ജനനം. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഏതു പാദത്തിലാണ് ജനിച്ചതെന്ന് ഉള്ളതിനെ അടിസ്ഥാനമാക്കി ചിലർക്ക് 20 വർഷം ശുക്രദശ കാലഘട്ടവും മറ്റു ചിലർക്ക് 15 വർഷവും അല്ലെങ്കിൽ 10 വർഷവും 5 വർഷവും ഒക്കെ നക്ഷത്രത്തിൻ്റെ പാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുക്രദശയുടെ കാലയളവ് വ്യത്യാസപ്പെട്ടെന്നും ഇരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് വളരെ ചെറിയ പ്രായത്തിൽ ശുക്രദശ വരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന്. അത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമാണ് അനുഭവയോഗം ലഭിക്കുക. ഇനി ഒരു 20 വയസ്സിൽ ശുക്രദശ തുടങ്ങുന്നത് ആർക്കൊക്കെയാണ് എന്ന് നോക്കിയാൽ, നിങ്ങൾ ബുധൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ, അതായത് മീനം രാശിപ്പെട്ട രേവതി നക്ഷത്രം, കർക്കിടകം രാശിയിൽപ്പെട്ട ആയില്യം നക്ഷത്രം, വൃശ്ചിക രാശിയിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ ബുധൻ്റെ നക്ഷത്രത്തിലാണ് ജനിക്കുന്നത്. ബുധദശാകാലം എന്ന് പറയുന്നത് 17 വർഷമാണ്. എന്നാൽ എല്ലാവർക്കും 17 വർഷം ബുധൻ്റെ ദശ ജീവിതത്തിൽ അനുഭവത്തിൽ വരണമെന്നില്ല. നിങ്ങൾ ആ ജനിക്കുന്ന ആ നക്ഷത്രത്തിൻ്റെ പാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ദശയ്ക്ക് 17 വർഷം എന്നുള്ളത് പലർക്കും പല കാലയളവുകളായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക. ഇപ്പോൾ നമുക്കൊരു 15 വർഷം ഒരു വ്യക്തിക്ക്, ബുധൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ബുധദശ അനുഭവത്തിൽ വന്നു എന്നിരിക്കുക. അപ്പോൾ ഈ ഒരു 15 വർഷം ബുധദശ കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന 7 വർഷം കേതുർദശയാണ്. അപ്പോൾ ഒരു 22 വയസ്സിൽ ശുക്രദശ ജീവിതത്തിൽ ആരംഭിക്കും. 22 മുതൽ ഒരു 42 വയസ്സ് വരെയുള്ള കാലഘട്ടം ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 20 മുതൽ 24 വയസ്സിനകത്ത്
നിങ്ങൾ മീനം രാശി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും, കർക്കിടകം രാശി ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും, വൃശ്ചിക രാശി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും ശുക്രദശ ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരും. അപ്പോൾ ശുക്രദശ വരുന്നത് കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രണയ ബന്ധങ്ങളിൽ വിജയവും, കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനവും സുഖവും, അതും അവരവരുടെ കുടുംബജീവിതത്തിൽ, അതുപോലെ തന്നെ മനുഷ്യരായി ജനിച്ചവർക്കെല്ലാം ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതിന് ശുക്രൻ അനുഗ്രഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ശുക്രദശ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും പണം ധാരാളമായിട്ട് സമ്പാദിക്കുവാനുമുള്ള അവസരങ്ങളും വന്നു ചേരും. നല്ല ഉയർന്ന നിലവാരമുള്ള ജീവിതവും വിദേശ യാത്രകളും എല്ലാം അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. നല്ല സുഹൃത്തുക്കൾ, സന്താനഭാഗ്യം, ഉയർന്ന വിദ്യാഭ്യാസം, ജോലി എല്ലാം ശുക്രൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. അതായത് ഒരു 20 മുതൽ 40 വയസ്സ് വരെയുള്ള ഈ ഒരു 20 വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളുടെ ജനന ജാതകത്തിൽ ശുക്രൻ വളരെ ബലത്തോടുകൂടി നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങൾ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി ഒരു 40 വയസ്സോടുകൂടി ശുക്രദശ ആർക്കൊക്കെയാണ് അനുഭവത്തിൽ വന്നു ചേരുക എന്ന് നോക്കിയാൽ, അതായത് ഒരു 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതി, കർക്കിടകം രാശിയിൽപ്പെട്ട പൂയം നക്ഷത്രം, അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽപ്പെട്ട അനിഴം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്കെല്ലാം ഒരു 30 മുതൽ 40 വയസ്സിനോട് അടുക്കുന്ന കാലഘട്ടങ്ങളിൽ ശുക്രദശ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഈ 3 നക്ഷത്രക്കാരും, അതായത് മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതിയും കർക്കിടക രാശിയിൽപ്പെട്ട പൂയവും വൃശ്ചിക രാശിയിൽപ്പെട്ട അനിഴം നക്ഷത്രക്കാരുമെല്ലാം ജനിക്കുന്നത് ശനി ദശയിലാണ്. അപ്പോൾ ശനി ദശ എന്ന് പറയുന്നത് 19 വർഷക്കാലമാണ്. പക്ഷേ നിങ്ങൾ ജനിക്കുന്ന നക്ഷത്രപാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾക്ക് 15 വർഷം, ചില വ്യക്തികൾക്ക് 10 വർഷം, 5 വർഷം എന്നിങ്ങനെ മാറി മാറി ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അപ്പോൾ നമ്മളൊരു 15 വർഷം ഒരു വ്യക്തിക്ക്, ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ശനിയുടെ ദശയിൽ ജനിച്ച് ശനിദശയാണ് അനുഭവത്തിൽ വന്നതെങ്കിൽ അതിന് ശേഷമുള്ള ഒരു 17 വർഷക്കാലം ബുധൻ്റെ ദശയും, ബുധദശയ്ക്ക് ശേഷം 7 വർഷക്കാലം കേതൂർ ദശയുമാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. അപ്പോൾ ഒരു 38, 39 വയസ്സോടുകൂടി ശുക്രദശ അടുത്തതായി ജീവിതത്തിൽ ആരംഭിക്കും. ചില വ്യക്തികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനനദശയായ ഈ ഒരു ദശ 5 വർഷമേ ശനിദശയൊക്കെ അനുഭവത്തിൽ വന്നുള്ളൂ എങ്കിൽ ആ ഒരു ശുക്രദശ ജീവിതത്തിൽ കുറച്ച് കാലം മുൻപേ, ഈ പറയുന്ന പ്രായത്തിന് മുൻപേ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ 30 മുതൽ 40 വയസ്സിനകത്ത്, 40 വയസ്സിനോട് കൂടി എന്തായാലും ശുക്രദശ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അപ്പോൾ ഇതിന് മധ്യമ വയസ്സ് എന്നാണ് പറയുന്നത്. ഈ മധ്യമ വയസ്സിൽ ശുക്രദശ വന്നു ചേരുന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ഈ കാലഘട്ടങ്ങളിൽ കുടുംബം, കുട്ടികൾ, തൊഴിൽ, ജോലി, നിങ്ങളുടെ എല്ലാ കർമ്മ മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് 30 മുതൽ 50 വയസ്സിന് അകത്ത് വന്നു ചേരുന്ന ശുക്രദശാ കാലമാണ് ഏറ്റവും കൂടുതൽ ധനസമ്പാദനത്തിന്, അതായത് ധനം വന്നു ചേരുവാനും നിങ്ങൾക്ക് ഒരു ധനവാനായിട്ട് ജീവിക്കുവാനുമുള്ള ഭാഗ്യം തരുന്ന ദശാകാലം. അതാണ് ഈ മധ്യമ വയസ്സിൽ ശുക്രദശ ആരംഭിച്ചാൽ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലെ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ, ശുഭച്ചിലവുകൾ, പുതിയ ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശം, സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തിയും, നല്ല വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുവാനുള്ള യോഗം, കുടുംബത്തിലുള്ളവർക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ നിങ്ങളെക്കൊണ്ട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് മധ്യമ വയസ്സിൽ ശുക്രദശ വന്നു ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജനനജാതകത്തിൽ ശുക്രൻ നല്ല ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ 20 വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ കുട്ടികളുടെ, ഭാര്യയുടെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാം തന്നെ ജീവിതം മാറിമറിയുന്ന നല്ലൊരു കാലഘട്ടമായിട്ട് ഈ ശുക്രദശ കാലഘട്ടം മാറും. ചില വ്യക്തികൾ പറയുന്നുണ്ട് 50 വയസ്സായിട്ടും ഇതുവരെ ശുക്രദശ ജീവിതത്തിൽ വന്നിട്ടില്ല, ഇനി ശുക്രദശ വരുവാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം, പുണർദം നക്ഷത്രം, വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു 50 വയസ്സിനും 60 വയസ്സിനോടും ഇടയിൽ വരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ശുക്രദശ അനുഭവത്തിൽ വരുന്നത്. ശുക്രൻ ബലവാനായിട്ടാണ് ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ, ആരുടെയും മുൻപിൽ ഒന്നിനും തലകുനിക്കാതെ, ആരെയും ആശ്രയിക്കാതെ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ളൊരു ജീവിതമാകും ലഭിക്കുക. ഈ പൂരുരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് മീനം രാശിയിലും കുംഭം രാശിയിലുമുണ്ട്. പുണർദം നക്ഷത്രം മിഥുനം രാശിയിലും കർക്കിടകം രാശിയിലും വരുന്നുണ്ട്. വിശാഖം നക്ഷത്രം തുലാം രാശിയിലും വൃശ്ചികത്തിലും വരുന്നു. അപ്പോൾ ഈ 3 നക്ഷത്രക്കാർക്കും, പൂരുരുട്ടാതി, പുണർദം, വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു 50 മുതൽ 60 വയസ്സിനിടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ശുക്രദശ വന്നു ചേരുന്നത് നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടുമൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുന്ന കാലഘട്ടമാണ്. ശുക്രനിൽ നിന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഏതൊക്കെ രീതിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ലഭിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് വന്നു ചേരുക എന്നുള്ള ഫലങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ശുക്രൻ നിങ്ങളുടെ സ്വന്തം ജനന ജാതകത്തിൽ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതുപോലെ തന്നെ മാളവ്യ യോഗത്തോടു കൂടി നിൽക്കുകയോ, ബുധനും ശുക്രനും ഒരുമിച്ച് മദന ഗോപാല യോഗം എന്ന യോഗത്തോടു കൂടി നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ട് നല്ല സ്ഥിതിയിലാണെങ്കിൽ തീർച്ചയായും ശുക്രദശാകാലഘട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന് തന്നെ പറയാം. അത്രമേൽ അനുഗ്രഹങ്ങളാണ് ശുക്രനിൽ നിന്ന് ലഭിക്കുക. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ലൗകിക സുഖങ്ങൾക്കും അധിപതിയായ ഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ ജാതകത്തിൽ നല്ല ബലവാനായിട്ടാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥാനം, ശുക്രൻ ബലവാനായിട്ടാണോ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.